വേറൊന്നുമല്ല, ജോലിയും കാര്യങ്ങളും, പിന്നെ നമുക്ക് അതിന്റെ സമയവും കാര്യങ്ങളൊന്നും കിട്ടിയില്ല, അതാണ് മെയിൻ കാര്യം. അപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ സമ്മർ ആയപ്പോഴത്തേക്കും നമ്മൾ ചെറിയൊരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. വേറെ ദൂരം എങ്ങോട്ടും അല്ല. നമ്മൾ ലാസ്റ്റ് വ്ലോഗ് കണ്ടവർക്ക് അറിയാം, ന്യൂ ബ്രൻസ്വിക്കിലേക്ക് തന്നെയാണ്. പക്ഷെ ഇപ്പൊ നമ്മുടെ വേറെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ എല്ലാരും കൂടി ടോട്ടൽ എല്ലാരും കൂടി 4 ഫാമിലി, അത് 15 പേരാണ് നമ്മൾ ഇന്ന് ട്രിപ്പ് പോകുന്നത്. അപ്പൊ ഓരോരുത്തരും നമുക്ക് വഴിയെ പരിചയപ്പെടാം. അപ്പൊ ആദ്യം നമ്മൾ ഇന്ന് എങ്ങോട്ടാ പോകുന്നത് വെച്ച് കഴിഞ്ഞാല്, നമ്മള് അൺഫോർച്ചുനേറ്റ്ലി എയറോനെ കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം നമ്മൾ നിൽക്കുന്ന അക്കോമഡേഷൻ ആണെങ്കിൽ കാര്യങ്ങളൊന്നും പെറ്റ്സിനെ ആരോടും അല്ലാത്തൊരു പ്ലേസ് ആണ്. പിന്നെ ചില റീസൺസ് കൊണ്ട് എയറോനെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പൊ അത് കാരണം നമ്മൾ എയറോനെ ഒരു ഹോസ്റ്റലിൽ നിർത്താനായിട്ട് പോവാണ്. ആക്ച്വലി ഒരു കെനൽ ഫ്രീ ആയിട്ടുള്ള ഒരു സെറ്റപ്പ്. അതെ, കാരണം ലാസ്റ്റ് ടൈം നമ്മൾ പോയപ്പോ നമ്മള് ഒരു സ്ഥലത്ത് പോയപ്പോ നമ്മൾ ഇവനെ ആക്കിയിട്ട്, പക്ഷെ അത് കെനലിലായിരുന്നു. അത് നമുക്ക് അടിപൊളി പ്ലേസ് ആയിരുന്നു. പക്ഷെ പേഴ്സണലി എനിക്ക് ഇവനെ കെനലിൽ ഇടാൻ താല്പര്യമില്ല. അവനെ കൂട്ടിലായിരുന്നു അവരിട്ടിരുന്നത് കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മള് ഇവനെ ആക്ച്വലി തുറന്നു കിടക്കുന്ന വീട്ടിനകത്ത് കിടക്കുന്നത് കൊണ്ട്, ഇവൻ കെനലില് അല്ലെങ്കിൽ ക്രേറ്റിൽ ഇവൻ യൂസ്ഡ് അല്ലാത്തത് കൊണ്ട് നമ്മൾ ഇന്ന് ക്രേറ്റ് ഫ്രീയും കെനൽ ഫ്രീയും ആയിട്ടുള്ള 3 ദിവസത്തേക്കാണ്. 3 ദിവസത്തേക്ക് 3 days. നമ്മൾ 2 nights 3 days അതാണ് നമ്മുടെ ട്രിപ്പ്. ആശ തെറിച്ചിപ്പുറം കേട്ടോ ബാക്കിൽ. അവനെങ്ങും അറിയുന്നില്ല കേട്ടോ എങ്ങോട്ടാ പോകുന്നത്. കാരണം അവനെ നമ്മൾ ഹോൾവേ നമ്മൾ അവനെ കൊണ്ടാ പോകുന്നത്. അതെ, കാരണം നമ്മൾ എവിടെ പോകാൻ ലഗേജ് പാക്ക് ചെയ്താലും അവനറിയാം. അവൻ ഫസ്റ്റ് ഡോറിന്റെ അവിടെ നിൽക്കും. ഇന്നും അതേ സിറ്റുവേഷൻ ആയിരുന്നു. ഡോർ തുറന്ന പാടെ ഇവൻ ഓടി വണ്ടി എടുത്ത് നിൽക്കുകയായിരുന്നു. ചാടി വണ്ടിക്കകത്ത് കയറുകയും ചെയ്തു. അവന്റെ വിചാരം നമ്മൾ എങ്ങോട്ടാ പോകുമെന്നാണ്, അറിയുന്നില്ല. അപ്പൊ നമ്മള് അങ്ങോട്ടേക്ക് പോയിക്കോട്ടിരിക്കുകയാണ്. ഇനി അവനെ ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് തിരിച്ച് വന്ന് 6 മണിക്ക് തിരിക്കേണ്ടതായിരുന്നു. ആക്ച്വലി ഇവന് വാക്സിൻ എടുത്തിട്ട് ഒരു 2 ദിവസം വയ്യാണ്ടായി പോയി. കൊച്ചു ഭയങ്കര ടയേർഡായി പോയി. അപ്പൊ ആക്ച്വലി ഇന്നലെ അവനെ കൊണ്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ നമുക്ക് എന്തോ പറ്റിയില്ല. ഞങ്ങൾ വിചാരിച്ചു ഒരു ദിവസം എക്സ്ട്രാ ഞങ്ങളുടെ കൂടെ നിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മള് ട്രാവൽ ചെയ്യുന്നതിന്റെ ഇന്ന് മോർണിംഗ് നമ്മൾ അവനെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ച് നമുക്ക് നമ്മുടെ മീറ്റിംഗ് പോയിന്റിലല്ലേ. കാരണം നമ്മൾ 6:30 എത്തുന്ന പറഞ്ഞിരിക്കുന്നത്. മാക്സിമം നമ്മള് ലേറ്റ് ആകാണ്ട് എത്താനായിട്ടുള്ള ബാക്കി പരിപാടികൾ നോക്കുന്നുണ്ട്. അതെ, പക്ഷെ എന്തായാലും അറിയില്ല. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാരും നമുക്ക് വഴിയെ പരിചയപ്പെടാം. ഓരോ ഫാമിലിനെ. അതെ, അപ്പൊ ശരി, ഓക്കെ. ഹോസ്റ്റലിൽ പോയിട്ട് പെട്ടെന്ന് വരുമോ മോമോ? അപ്പൊ ശരി. സോ ഗൈസ്, നമ്മള് എല്ലാരും തിരിച്ച് അപ്പൊ 3 വണ്ടിയിലായിട്ടല്ലേ നമ്മൾ പോന്നേ. ഞാനും പുഞ്ചിച്ചിയും ചേട്ടായും പാപ്പുവും അജുവും ചേട്ടായും നമ്മളെല്ലാം ഒരു വണ്ടിയില്, ജെറീഷ് ചേട്ടൻ ഒരു വണ്ടിയില്, അനീറ്റേച്ചി ഫാമിലി ഒരു വണ്ടിയില്. എവിടെയാ ഇപ്പോ? നമ്മളിപ്പോ ടിം ഹോട്ടൻസിലല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഓൾമോസ്റ്റ് ഡൺ. എന്താ ഇവിടെ എല്ലാരും പരിപാടി? നമ്മുടെ ഫുൾ ടീം ഇവിടെ ഉണ്ട്. ചേട്ടായി ഇവിടെ ഉണ്ട്, പിള്ളേരെല്ലാം ഉണ്ട്. ചേച്ചി, ടീം മൊത്തം ഇവിടെ ഡാൻസ് പ്രാക്ടീസ് തുടങ്ങിയിരിക്കുകയാണ്. എന്താ നിങ്ങളുടെ പരിപാടി? എന്താ റീൽസ് ആയിരുന്നോ? അപ്പോൾ നമ്മൾ തിരിച്ചിട്ടിപ്പോൾ ഏകദേശം 1 മണിക്കൂറായി. ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ചെറിയൊരു ബ്രേക്ക് എടുത്തു. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 3 മണിക്കൂർ ഡ്രൈവ്. ബാക്കി വിശേഷങ്ങൾ കാര്യങ്ങൾ എന്തോ നീ പറഞ്ഞോ? എന്തോ പറഞ്ഞോ? പാർക്കിൽ പോയിട്ട് കളിക്കാൻ പോവാം. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ നേരെ മോങ്ടണിൽ പോകും അല്ലേ? ഓൾറൈറ്റ്. ഇനി നേരെ പ്രൊവിൻഷ്യൽ പാർക്കിലോട്ട്, നമ്മുടെ വിക്ടോറിയ ടൂറോ. ഇവിടുന്ന് 1 മണിക്കൂറുണ്ട്. 1 മണിക്കൂർ. യെസ് ജെറിഷേട്ടൻ, ലെറ്റ്സ് ഗോ. Yes. Okay. Yes. Come on. ഇത് വിക്ടോറിയ പ്രൊവിൻഷ്യൽ പാർക്ക്.
ഇവിടെ പ്രത്യേകത ടൂർ ഓയിൽ ഉള്ളതാണ്. ഇവിടെ ഞാൻ 2016 വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം. നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു പ്രാവശ്യം ഇവിടെ വന്നായിരുന്നു. മെയിനായിട്ട് അവിടെ ഒരു ട്രെയിലുണ്ട്, പിന്നെ അവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. അതാണ് മെയിനായിട്ടുള്ളത്. അല്ല, നമുക്ക് എല്ലാവർക്കും പറ്റും. അവിടെ പാർക്കുണ്ട്, പാർക്കിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടില്ല, ആദ്യമായിട്ടാണ് വരുന്നത്. ആദ്യമായിട്ടാണ് വരുന്നത്. കുട്ടിപ്പട്ടാളങ്ങളെല്ലാം കൂടെ കയറിയിട്ടുണ്ട്. അനീറ്റി ചേച്ചി ഹായ്. അയ്യോ ഉച്ചവരെ പിള്ളേരെക്കാളും കഷ്ടമായിട്ട് ആടുന്നുണ്ട് രാവിലെ റോഷനി ചേച്ചി. ഹലോ. ഓക്കെ, അപ്പോൾ നമ്മളൊരു സ്റ്റെപ്പിൻ്റെ ഫ്രണ്ടിൽ ഇത് കുറേ ഉണ്ടല്ലോ, 1000 സ്റ്റെപ്പുകളുണ്ടല്ലോ, 10,000 സ്റ്റെപ്പ്. ജേക്കബ്സ് ലാഡർ അല്ലേ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ, കാരണം ഇത്രയും സ്റ്റെപ്പ് മുകളിൽ കയറണം കേട്ടോ. ശബരിമല ഇതിൽ എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നു. ഇതുകൊണ്ടോ നല്ല കയറ്റമുണ്ട്. ഒന്ന് കയറി നോക്കിയാലോ? വാ വായോ ചേട്ടായി, വാ കയറാം. വാ കൗണ്ട് ചെയ്ത് കയറാം. ലാസ്റ്റ് ഇപ്പം എത്ര സ്റ്റെപ്പ് ഉണ്ടോ നോക്കാം. ജോലേ ഓക്കെ കയറാം. ഇത് ആക്ച്വലി മുകളിൽ ചെന്നിട്ട് 2 സൈഡിലോട്ടും വീണ്ടും സ്റ്റെപ്സ് ഉണ്ടെന്നാണ് തോന്നുന്നത് അല്ലേ? മുകളിലോട്ട് വേറെ 2 സൈഡിലോട്ടും പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അല്ല, ഈ ജേക്കബ്സ് ലാഡറിന് എന്തെങ്കിലും ഒരു ഇത് കാണുമായിരില്ലേ അല്ലേ? വെറുതെ ഒരു പേരിട്ടേക്കത്തില്ലല്ലോ. ജെറിച്ചേട്ടൻ എങ്ങനെയുണ്ട് കേറിയിട്ട്? ചെറുതായിട്ടൊന്ന് കിതയ്ക്കുന്നുണ്ടല്ലോ. വെയിറ്റ് മാത്രമല്ല, കിതപ്പുണ്ടെന്ന്. 6, 37, 38, 39, 40, 41. ചേച്ചി എന്ത് പറ്റി? ക്ഷീണമാണോ? ഇതുവരെ 41 സ്റ്റെപ്പായി. കമോൺ ജോളി ചേച്ചി, കയറിപ്പോരെ. 100 സ്റ്റെപ്പ് കയറിയപ്പോൾ എന്ത് പറയാനുണ്ട്? ക്ഷീണമാണ്, ചെറുതായിട്ട് ക്ഷീണമുണ്ട്. വിശക്കുന്നില്ലേ? തിരിച്ചു പോവാം. ഇനി സത്യം പറയട്ടെ, ശരിക്കും 175 സ്റ്റെപ്പാണുള്ളത്. നമ്മൾ 100 എത്തില്ല, ഇനി 75 സ്റ്റെപ്പിന് മേലോട്ടുണ്ട്. വേറെ സിഗ്നിഫിക്കൻസ് ഒന്നും ഇല്ല, കാരണം ഇത് നമ്മൾ ജസ്റ്റ് ഒരു എക്സസൈസ് പോലെ ഹാർട്ട് റേറ്റ് കൂട്ടുന്നു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എല്ലായിടത്തും. 201 എടാ, പക്ഷേ പാർക്കിന്റെ ഇതിൽ 175 സ്റ്റെപ്പ് ഉള്ളതാണല്ലോ. ഓക്കെ, അങ്ങോട്ട് കയറി കൊടുക്കാം. അവരിറങ്ങുമായിരിക്കും. അടിപൊളി വ്യൂ ആട്ടോ താഴോട്ട്, ഭയങ്കര സ്റ്റീപ്പാണേ. അപ്പോൾ നമ്മുടെ പാർക്ക് പരിപാടി എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പ്ലാൻ എന്താ? അടുത്ത നമ്മൾ ലഞ്ചാണ്. അതിപ്പോൾ മോങ്ടണിൽ പോയിട്ട് ഷവർമ കഴിക്കാനുള്ള പ്ലാനാണ്. ബുസ്റ്റാൻ ഷവർമ. എത്ര സമയം ഇവിടുന്ന് 1.25 മണിക്കൂർ. 1 hour 44 minutes. അങ്ങനെ ഒരു ലോങ് ഡ്രൈവിന് ശേഷം ഒരു 1:30 മണിയായി നമ്മൾ ബുസ്താനിലെത്തി. അവിടെ ചെന്നിട്ട് ഒരു ബീഫ് ഷവർമ, ഒരു ചിക്കൻ ഷവർമ ഓർഡർ ചെയ്തു. യെസ്, ബീഫ് ആൻഡ് മിക്സഡ് ഷവർമ. അല്ല, അടിപൊളി ഷവർമയായിരുന്നു. ഒരു വെറൈറ്റി ആയിരുന്നു നമ്മൾ കഴിക്കുന്നതിൽ വെച്ചിട്ട്. നല്ല അടിപൊളി ഒരു ഷവർമ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അപ്പാർട്ട്മെന്റിലേക്ക് പോകാനായിരുന്നു പ്ലാൻ. ഞങ്ങളപ്പോഴേ ഫുഡെല്ലാം കഴിച്ചിട്ട് കുറച്ചും കൂടെ ഐറ്റംസ് മേടിക്കാനുണ്ടായിരുന്നേ. കാരണം നമുക്ക് ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പം ഇവിടെ കിട്ടുന്ന സാധനങ്ങൾ അവിടുന്ന് വാങ്ങിച്ചിട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ. അതെ, അപ്പൊ ഞങ്ങള് കുറച്ച് മറ്റേ മിൽക്ക് പാല് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ ഇവിടെ വന്ന് മേടിച്ച്. ഒരു ടീം വാൾമാർട്ടിലും ഒരു ടീം കോസ്കോയിലോട്ടും പോയി, പിന്നെ വേറൊരു ടീം വേറെ എങ്ങോട്ടും പോയി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി നേരെ നമ്മള് അക്കോമഡേഷനിലേക്ക് പോവാണ്. പിന്നെ എല്ലാരും ഒന്ന് ഫ്രഷ് ആവുക. ബാക്കി നമുക്ക് വാങ്ങിച്ച 2 വലിയ സാധനം അതിരിപ്പുണ്ട്. ബാബു സേ ഹായ്. അതെ, ഇവിടെ കരിമ്പട ഇത് കണ്ട കരിമ്പൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ? ഷുഗർ കെയിൻ അവിടെ ബ്രിഡ്ജോട്ടൊന്നും ഇല്ലേ? സോ ഇതാട്ടോ നമ്മൾ എടുത്ത പ്രോപ്പർട്ടിയുടെ ഫ്രണ്ട് പോർഷൻ. ഉള്ളിലേക്ക് കാണിച്ചു തരാം. അടിപൊളി, ഒരു രക്ഷയില്ല. 15 പേര് 15 കോർണറിൽ പോയി ഇരുന്നാൽ പോലും ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അടിപൊളി. റെൽബ്രോ തുടങ്ങിക്കോ.
സൂപ്പർ ഒന്നും പറയാനൊന്നുമില്ല, എല്ലാം അടിപൊളി. ഒന്നും പറയില്ല. ഓണ്ട് വന്നൊരു ടൂർ തന്നായിരുന്നു കേട്ടോ, ടൂർ തന്നായിരുന്നു. ഡൈനിങ് ഏരിയ അവിടെ ഉണ്ടോ? അങ്ങോട്ട് ഡൈനിങ് ഏരിയ ഉണ്ട്. ഓക്കെ. കുപ്പിയെല്ലാം കാലിയാണോ? കാര്യമല്ല, അവര് ഒത്തിരി പഴയ കുപ്പികൾ വരെ ഉണ്ട്. നമ്മുടെ ഓൺ റിസ്കി കുടിക്കാന്ന്. ആണോ? കുടിച്ചോ, നമ്മുടെ ഓൺ റിസ്കി കുടിക്കാം. പക്ഷെ ഭയങ്കര ഓൾഡ് ആണ് ഈ കുപ്പി. ഓൾഡാന്നല്ലേ? അടിച്ച് കണ്ണ കാണാൻ പോയി കഴിഞ്ഞാൽ ഇതൊരു ഡൈനിങ് ഏരിയ അല്ലേ? ഇതൊരു ഓ മൈ ഗോഡ്, ഇതൊരു റോയൽ ഡൈനിങ് ഏരിയ. ഇവിടുന്ന് നല്ലൊരു വ്യൂ ഉണ്ട് പുറത്തേക്ക്. ആ നല്ല രസം, നല്ല ആന്റിയൊക്കെ സാധനങ്ങള്. ആ ബർത്ത്ഡേ ആഘോഷിച്ചല്ലേ? പഴയ നേരത്തെ സ്റ്റേ ആൾക്കാര്. ഓ ഇതെന്താ ഇത്? ഇതൊരു മോഡേൺ ഡൈനിങ് ഏരിയ, കിച്ചൺ ഏരിയ. നൈസ് നൈസ് നൈസ്. ഇവിടെ നോക്കുമ്പോഴും നമുക്ക് നല്ലൊരു വ്യൂ ഉണ്ട്. ആ തുടങ്ങിക്കോ. 1 ഏക്കർ സ്ഥലത്തിലാണ്. 1 ഏക്കറോ? എടാ മേടിച്ചാലോടാ ഈ വീട്. ഈ വീട് സത്യം പറഞ്ഞ വിൽപ്പനക്കുണ്ട്. 8 ലക്ഷം റെനൽ ബ്രോ നമുക്ക് മേടിച്ചാലോ? എന്നിട്ട് വെറുതെ ഇവിടെ ഗ്രില്ലൊക്കെ ചെയ്ത് ജീവിക്കാം. ഓക്കെ. ആ മാസ്റ്റർ ബെഡ്റൂം ഹൈലൈറ്റ്. എടാ മക്കളെ, അർജുനാണ് കുക്ക് ചെയ്തത്. സോ ഐ അസ്യൂം അർജുൻ ഈസ് ഗോയിങ് ടു സ്റ്റേ ദിസ് അർജുനും റോഷ്നിയും ഒരു മാസത്തിനുള്ളിൽ നല്ല വിശേഷം തരുവാണെങ്കിൽ ഞങ്ങൾ അടുത്ത ആഴ്ച വിശേഷം തരാം. ഓക്കെ വെയിറ്റ്, ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഹെവി വേണ്ടേ? ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. ആ ഇതെന്താ ബൈബിളാ, ഖുറാന്? ഓക്കെ. എന്റെ മോനെ, ഇത് എന്നതാടാ? ഇതെന്തോ ഇത്? മാറി. ഓ ഇതൊരു വാഷ്റൂം. എടാ ഇതിന്റെ ഉള്ളിലുണ്ടാ? ഇവിടെ ടബും സ്റ്റാൻഡിങ് ഷവറും എല്ലാം അടിപൊളി. ഇവിടുത്തെ ബാത്റൂം നമ്മളെ വീട് തന്നെ എത്രയല്ലേ ഉള്ളൂ. അടിപൊളി. എടാ പോടാ. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് റൂംസ് എല്ലാം. ഓക്കെ, ഇനി ഇങ്ങോട്ട് പോകുന്നത് നെക്സ്റ്റ് റൂം അല്ലേ? ഇതെന്നതാ? ഇത് ബാത്റൂം, നോയിസ് പൊല്യൂഷൻ. അടിപൊളിയേ. നോക്കട്ടെ. ഓക്കെ, അടിപൊളി നൈസ് സാധനം. നല്ല ഇതൊക്കെ ഇട്ട് നോക്കിയടാ. ഇവിടെ ഒരു മിററുണ്ട്, അതിൽ ഞാനുണ്ട്. അത് കഴിഞ്ഞിട്ട് എടാ ഇത് സേഫ് അല്ല കേട്ടോ. ഞാൻ ഇത് ഇരിക്കുമ്പോ ഇതേപോലെ ആരെങ്കിലും കയറി വന്നല്ലേ? ഓക്കെ. ആ അത് കഴിഞ്ഞ് 5 ബാത്ത് 5 ബെഡ്. ഇതും ഒരു ക്യൂൻ ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഓക്കെ. അത് ഇത് സിംഗിൾ ബെഡാന്ന് തോന്നുന്നു, എനിക്കറിയാൻ. ഓ തീരുന്നില്ലടാ. എന്തോ എല്ലാ ബെഡ്റൂമും ഒരുപോലെ ഇരിക്കുകയാണ്, ബെഡ് സൈസ് മാത്രമേ അറിയത്തുള്ളൂ. ഇതെങ്ങനെ ബെഡിന് കറക്റ്റ് ബെഡ്റൂം അറിയാൻ വയ്യ, നോക്കാം. ഓക്കെ, എല്ലാവർക്കും എങ്ങനെയുണ്ട് ചേട്ടാ എങ്ങനെയുണ്ട്? പൈസ ഉണ്ടോ? അന്ന് മേടിച്ച ഷവർമയുടെ പൈസ തന്നായിരുന്നോ? ഇല്ലല്ലോ, മാറ്. പക്ഷെ എന്റെ കഴിഞ്ഞ വട്ടം മേടിച്ച ഷവർമയുടെ പൈസ ഒന്നുമില്ല. 8 ലക്ഷത്തിന്റെ വീട് മേടിക്കാൻ. ഈ വാഷ്റൂം വഴിയല്ല, ലണ്ടൻ പോവാം. എടാ ഇത് നോക്കടാ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഓ ആ അതെന്താ ഇന്നത്തോടെ പോയി കിട്ടും. പ്രേതങ്ങളൊക്കെ 3 ദിവസം കൊണ്ട് അതുകൊണ്ട് ഒരുമിച്ച് നടന്നു. 3 ദിവസം കൊണ്ട് പ്രേതങ്ങളെ ഇല്ലാത്ത പ്രേതം എല്ലാം പോകും. ചേട്ടായിക്ക് ഉള്ള സ്ഥിതിക്ക് പ്രേതങ്ങൾ എന്ത് വിശ്വസിച്ച് ഇവിടെ നിൽക്കുമെന്തോ. എടാ ഓക്കെ, എടാ ഇതൊരു ചെറിയ ഒരു ലിവിങ് സ്പേസ് അല്ലേ? ഓ എന്റെ മോനെടാ, അതോ എങ്ങനെയുണ്ടേ? അടിപൊളി കേട്ടാ. ആ എടാ ഇത് ഓക്കെ, ഇത് നമ്മള് കിച്ചൺ. ഓ ഇത് അമ്മ പാപ്പു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അത് വഴി പോവാം.
അടിപൊളി. എടാ എന്റെ ഹാപ്പി ബർത്ത്ഡേ ഇവിടെ ആഘോഷിക്കാം. അവിടെ ബലൂൺസ് ഒക്കെ ഉണ്ട്. അടുത്ത പ്രാവശ്യം നമുക്ക് ബുക്ക് ചെയ്യാം. ആ ഓ അടിപൊളി. അവളുടെ ബർത്ത്ഡേ കൂടി ചേച്ചി സെപ്റ്റംബറിൽ എന്റെ ബർത്ത്ഡേ എനിക്ക് ഇവിടെ ആഘോഷിക്കണമെന്നുണ്ട്. അല്ല ഇപ്പൊ നിന്റെ ബർത്ത്ഡേക്ക് ബുക്ക് ചെയ്യുന്നതായിരിക്കും ഒരാഴ്ചത്തേക്ക്. മനസ്സ് നമ്മൾ കാണാതെ പോയപ്പോ. ഓക്കെ, ഇനി ഇത് നമ്മൾ താഴേക്ക് ഇറങ്ങി പോവാണ്. ബേസ്മെന്റ് തന്നെ. അവിടെ അങ്ങോട്ട് ചെല്ലുമ്പോ ചെറിയൊരു ലിവിംഗ് സ്പേസ്. നല്ല നല്ല മണമല്ലേ. വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഒരു ചെറിയ ലിവിംഗ് സ്പേസ് ഉണ്ട്. മൈക്രോസ്കോപ്പ് അല്ലേടാ? അല്ല ഇതിനെന്തോടാ പറയാ, ഞാൻ പണ്ട് ബയോളജി ലാബിൽ റെക്കോർഡിലൊക്കെ വരച്ചിട്ടുള്ളേ. സെപ്റ്റിക് ആവുന്നൊക്കെ. പിന്നെ ഇവിടെ ഒരു അക്വേറിയം ഉണ്ട്. എടാ എന്റെ എയറോനെ ഞാൻ മിസ് ചെയ്യുന്നടാ. അതുകൊണ്ടായിരുന്നെങ്കിൽ ഓടി നടന്ന് മുള്ളിയനെ ഇവിടെ അടിച്ചിട്ട്. എടാ നമുക്കൊരു കാര്യം ചെയ്യാം, ഗ്രില്ല് ചെയ്തിട്ട് ഇവിടെ ഇരിക്കുക, എന്നിട്ട് മുകളിൽ എന്റെ പൊന്നെ വോട്ടെ ലക്ഷറീസ് ലൈഫ് എന്നൊക്കെ. ഓക്കെ ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇത് മുകളിൽ ഇവിടെ ചെറിയൊരു വാഷ്റൂം കാര്യങ്ങളുണ്ട്. നോക്കടാ നമ്മളിപ്പോഴാടാ നമ്മളിങ്ങനെ കാണുന്നത്. വാഷ്റൂം ആണെന്ന് തോന്നുന്നു. ഓ ഈ വാഷ്റൂമിൽ ഞാൻ പോവും. അതെ, ഇതൊരു ചെറിയ വാഷ്റൂം ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളി. ഇതൊക്കെ ആക്ച്വലി അവരുടെ മെയിൻ്റെനൻസ് റൂം എന്തോ ആണ്. പിന്നെ നമ്മൾ ആ മേളിൽ കണ്ട ഡൈനിങ് റൂമിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങോട്ടൊരു ആക്സസും ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അത് ലോക്ക്ഡ്. എനിക്കൊന്ന് അത് സേഫ്റ്റി. ഇത് കാരണം നമുക്ക് കാണിച്ചു തരാം എന്താ സംഭവം കാണിച്ചു തരാം. ഇത് കിഡ്സിന് നമുക്ക് അങ്ങനെ ഫ്രീ ആയിട്ട് ആക്സസ് കൊടുക്കുന്നില്ല. അത് കാരണം we'll show you one thing. Oh my god. അപ്പോ അതിവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ ആക്ച്വലി ഒരു ലോണ്ടറി ഏരിയ. ഇവിടെ ഒരു ഫുൾ 2 ബാത്ത് ഉണ്ട്. ഓക്കെ, ഫുൾ ബാത്ത് ആണോടാ അത്? എടാ ഇതിന്റെ ലൈറ്റ് ഏതാടാ? ഷവർ റൂമാ. ഓക്കേ. ഓ എടാ ഇവിടെ ഷാമ്പൂ ഒക്കെ ഉണ്ടോടാ? പിന്നെ അതെ ഓക്കെ, ലോണ്ടറി ഇവിടെ ഒന്നുണ്ട്. തുണി അലക്കാനും തുണി അത് മടക്കാനും. വേണ്ടി ആക്ച്വലി എന്റെ ഫോണിന്റെ ചാർജ് തീർന്നു ഗൈസ്, അതുകൊണ്ട് ഞാൻ ഓക്കെ. അപ്പൊ ഇവിടെ വാഷർ ഡ്രയർ, ഇത് ആക്ച്വലി ലോണ്ടറി ഏരിയ ആണ്. തുണി മടക്കി വെക്കാനും അത് അയൺ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഹെഡ് മസാജിന് വേണ്ടിയിട്ടുള്ള ഹീറ്ററും കാര്യങ്ങളും ഇവിടെ നിന്ന് നമുക്ക് ചെറിയതായിട്ടൊന്ന് ഹെഡ് മസാജ് എല്ലാം സ്റ്റീം ചെയ്യാൻ കാര്യങ്ങൾ. പിന്നെ മെയിൻ പാർട്ട് ഈസ് ഓക്കെ. ഇനി ലെറ്റ്സ് ഗോ ടു ദ മെയിൻ പാർട്ട് ഓഫ് ദിസ്. ആക്ച്വലി ഈ ഒരു പ്രോപ്പർട്ടി, ഈ ഒരു ഹൗസ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി നമ്മൾ ബുക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മള് മെയിൻ കണ്ടു, പക്ഷെ ഇത്രയും നല്ല അടിപൊളിയായിരിക്കും എക്സ്പെക്ട് ചെയ്തില്ല. ഒരു ഭയങ്കര വലിയ പൂള്. നമ്മൾ ആക്ച്വലി ഈ പ്രോപ്പർട്ടി ബുക്ക് ചെയ്യുമ്പോഴ് നമ്മൾ ഈ പൂളിന്റെ ഫോട്ടോ കണ്ട് അപ്പോഴും നമ്മൾ വെച്ചാൽ അയ്യോ ഈ 15 പേര് പൂളിൽ കിടക്കുമ്പോ കൺജസ്റ്റഡ് ആവുമെന്ന് വിചാരിച്ചു. ഭയങ്കര വലിയ പൂള്, 8 feet. അതായത് അവിടെ ശാലമാണ്. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് സ്റ്റീപ്പായിട്ട് താഴോട്ട് വന്നിട്ട് ഇവിടെ 8 feet ഉണ്ട്. പിന്നെ ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബുക്ക് ചെയ്ത സമയത്ത് ഞാൻ ശരിക്കും ആക്ച്വലി വിചാരിച്ചത് 4 സൈസ് ഉണ്ടാകത്തുള്ളൂ എന്നാണ്. പക്ഷേ ഇത് ഭയങ്കര ആക്ച്വലി സേഫ് ആണെന്ന് വെച്ചാൽ പിള്ളേരോട്ട് വരുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. അതിനാണ് ഈ കീ തന്നേക്കുന്നത്. നമ്മൾ ആ ആക്സസ് ഡോർ ഒറ്റ ഡോറേ ഉള്ളൂ. ആ ഡോർ ലോക്ക് ചെയ്തെടുക്കുകയാണ് എപ്പോഴും കാര്യം. അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞ് വീണ് കഴിഞ്ഞാൽ 8 അടിയാണ് ആഴ്ച എന്ന് പറയുന്നത്. നിന്റെ ഹൈറ്റ് എത്രയാകുമ്പോൾ 5'5". നീ താഴെ പോയാൽ 5'5". അപ്പോൾ നീ താഴെ പോയാൽ ഏകദേശം ഒരു 2-2.25 അടിയോളം വീണ്ടും കാഴ്ചയുണ്ട്. ആരും സേഫ് അല്ല. നീന്തൽ അറിയാവുന്ന ഇതില് നീന്തൽ അറിയാവുന്ന എത്ര പേരുണ്ട്? എനിക്ക് നീന്തൽ അറിഞ്ഞൂടോ. അപ്പൊ പിന്നെ നമ്മൾ ആ സൈഡിൽ വല്ല മൂലയ്ക്ക് ഇരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇവിടെ വേറൊരു ആക്സസ് ഡോർ ഉണ്ട്. ഇത് നമുക്ക് പുറത്തുനിന്ന് പൂളിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് ആക്ച്വലി ലോക്ക്ഡ് ആണ്. കാരണം കിഡ്സ് പുറത്തുനിന്ന് അകത്തോട്ട് കയറാണ്ടിരിക്കാൻ വേണ്ടി ലോക്ക്ഡ് ആണ്. ഓക്കെ, ഇത് ഏരിയ. ഇതൊരു ബാക്കിലെ സ്ഥലമാണ്. ഇത് അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്. ഇത് ഏകദേശം 1 ഏക്കറോളം ഉള്ളൊരു പ്രോപ്പർട്ടിയിലാണ് ഈ വീട് ഇരിക്കുന്നത്. അതെ, ഇത് നമ്മുടെ ഇപ്പം നിൽക്കുന്ന വീടിൻ്റെ ബാക്ക് സ്പേസ് ആണ്. അവിടെ നമ്മുടെ ബാർബേക്കും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. അപ്പോൾ ആ വിശേഷങ്ങളും ബാക്കി പരിപാടികളെല്ലാം നമുക്ക് വീണ്ടും കാണാം, വഴിയിൽ കാണാം അല്ലേ മോ? ഓക്കെ, അതിനുമുമ്പേ ഈ ഫോണിൽ എടുത്ത വീഡിയോ ഉണ്ടെങ്കിൽ അത് ഇടാം, അല്ലെങ്കിൽ ഞങ്ങൾ ഒന്നും കൂടി. യെസ് കമോൺ ലെറ്റ്സ് ഗോ. പോയിട്ട് ഈ ഡോർ ലോക്ക് ചെയ്യും, എന്നിട്ട് മറ്റേ ഡോറും ലോക്ക് ചെയ്യാം. കാരണം കുരുപ്പുകളൊക്കെ എപ്പോഴാണ് ഇതുവഴി ചാടി വരുന്നത് നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. ഒട്ടും സേഫ് അല്ല. അമ്മൂന്നിൻ്റെ ജാക്കറ്റ് അവിടെ ഇരിക്കുന്നത്, അതെടുത്തോ. ഓക്കെ ലെറ്റ്സ് ഗോ. അപ്പോൾ ഇത്രയൊക്കെയാണ് വീട്ടിലെ വിശേഷങ്ങൾ. ഇത്രയൊക്കെ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ. ഞങ്ങൾ ജസ്റ്റ് വന്നേ ഉള്ളൂ. ഇനി എന്തെങ്കിലും പുതുതായിട്ട് കാണുകയാണെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. ലെറ്റ്സ് ഗോ. നമ്മൾ നടന്നു വരുന്നു കണ്ടോ.
പിന്നെ പറക്കാൻ പറ്റും. ഓക്കെ, പിന്നെ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ 4 ഫാമിലീസ് ഉണ്ട്. മാസ്റ്റർ ബെഡ്റൂം ആർക്ക് എടുക്കണം എന്നുള്ളതിന് ചെറിയൊരു തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ പറഞ്ഞു വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ 2 പേരല്ലേ ഉള്ളൂ. ഇവരാകുമ്പോൾ പിള്ളേരൊക്കെ ഉള്ളതല്ലേ, നിങ്ങൾ പിള്ളേരൊക്കെ ആയിട്ട് കിടന്നോളൂ. അപ്പൊ എന്തായാലും ഒരു ചെറിയൊരു അതെ, ഒരു ചിട്ടിട്ട് എടുക്കാം. നമ്മൾ 4 പേരുടെയും പേര് എഴുതിയിടുന്നു. നമ്മളൊരു ഒരു ഡ്രോ എടുക്കുന്നു. കിട്ടുന്ന ആൾ മാസ്റ്റർ ബെഡ്റൂം. പറഞ്ഞോ, ഒന്നുകൂടെ പറ. ഇത് 4 ബെഡ്റൂമാണ് ഉള്ളത്. മാസ്റ്റർ ബെഡ്റൂം, 5 ബെഡ്റൂം അല്ല, ഒന്ന് വലിയ മാസ്റ്റർ ബെഡ്റൂം, രണ്ടാമത് സെക്കൻഡ് ലാർജസ്റ്റ് ബെഡ്റൂം വരും. അപ്പൊ മാസ്റ്റർ ബെഡ്റൂമിനുള്ള അപ്പം ഇപ്പൊ നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ ഓക്കെയാണ്. എന്നാലും നമ്മളൊരു ലക്കി ഡിപ്പോഴും എടുക്കണം മാസ്റ്റർ ബെഡ്റൂമിന് വേണ്ടിയുള്ള. അതിൽ കിടക്കുന്നവർക്ക് ഇനിയും കുട്ടികളുണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. അയ്യോ, ജേളി ചേച്ചി കൊടുക്കല്ലേ. ഒരു ഫൺ ഫാക്ടർ. ഓക്കെ, എടുത്തോ, രസക്കുട്ടി എടുത്തോ, ഒരെണ്ണം എടുത്തോ. അൺഫോർച്ചുനേറ്റ്ലി ഇത് ഞാനാണെന്ന് തോന്നുന്നു. ബിനു ആൻഡ് രേവതി. അല്ല, ബാക്കിയെല്ലാം തുറന്നു നോക്കിയ പേര് സ്വന്തം പേരാണ്. ഓക്കെ, ഓക്കെ, അടുത്ത്. ഓക്കെ, അടുത്ത കിച്ച. ഇത് തങ്കി എടുത്ത് അല്ല, അവനാണോ വേണ്ടത് അടുത്ത്? തങ്കി എടുത്ത് തരണം. ഇപ്പൊ ഡെസ്പെറേറ്റ്ലി ആർക്കാ വേണ്ടതെന്ന് മനസ്സിലായല്ലോ. അതെ, ഇപ്പോഴും ഞാനത് ഡെഡിക്കേറ്റ് ചെയ്യാൻ തയ്യാറാണ്. എന്നാ ഒന്നുകൂടെ ഡ്രോ ഇട്. ഡെഡിക്കേറ്റ് ആണെങ്കിൽ അത് വേണ്ട. ആ ബെഡ്റൂമിൽ കിടന്ന് നിങ്ങൾക്ക് ഒരു കുഞ്ഞിക്കാല് കണ്ടാൽ അതെ. ജേളി. ഓക്കെ, രണ്ടാമത്തെ വലിയ ബെഡ്റൂം ജെറിഷേട്ടൻ ജെളിച്ചിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ. അത് കൊടുത്തോ, അവരെടുക്കട്ടെ. കിച്ച നെക്സ്റ്റ് വൺ. തുറന്നു നോക്കിയോ നീ? അനീറ്റ ആൻഡ് പിങ്ക് റൂമിനോടെ ഓൾറെഡി പറഞ്ഞാണ് സിംഗിൾ ബെഡ്റൂം കിട്ടിയാ മതി എന്ന് പറഞ്ഞു. റെഡിൽ ആൻഡ് അനീറ്റ. ഓക്കെ, നീ എടുത്തോ. റോഷിനെ അവര് ഊതി പെരുപ്പിച്ചിട്ട് വേണം കിടക്കാൻ കേട്ടോ. അതേ അല്ല, ഇതിലെ ബെഡ്റൂം ഒക്കെ എവിടെ? മാസ്റ്റർ ബെഡ്റൂം ഉണ്ട്, പക്ഷെ ബാക്കി 2 ബെഡ്റൂം ഇവിടെ. അതല്ല, സൈസ് നിങ്ങൾ സൈസ് നോക്കിട്ടല്ലേ പറഞ്ഞു. ഓക്കെ. ഇനിയൊരു കാര്യം, ഞാൻ നമ്മളെ മാസ്റ്റർ ബെഡ്റൂം അർജുനും വേണ്ട, നമുക്ക് വേണ്ട. ഞങ്ങൾക്ക് ചെറിയ ബെഡ്റൂം. വേണ്ട. അതെ, വേണ്ട. ഓക്കെ, അപ്പൊ കൈയടിച്ച് പാസ്സാക്കും എല്ലാരും. വേണ്ട. മിക്കവാറും പിള്ളേരെല്ലാം കൂടെ ആയിരിക്കും മാസ്റ്റർ ബെഡ്റൂം കിടക്കുന്നത്. ഓക്കെ, അടുത്ത പരിപാടി. വണ്ടിയിൽ നിന്ന് സാധനങ്ങൾ ഇറക്കാം. ലോഡിങ് അൺലോഡിങ്. ശരിപ്പെടത്തില്ല. വാ, ഞാൻ വണ്ടി എടുത്ത് ഇവിടെ കൊണ്ടുവിടാം. ഞാൻ വണ്ടിയും കൊണ്ടുവരാം. അമ്മു, എവിടെ കൊണ്ടുപോകുന്നത്? അതിവിദഗ്ധമായി അമ്മു ഇത വണ്ടി തിരിക്കാൻ ശ്രമിക്കുകയാണ്. ഓ, ട്രാഫിക് ബ്ലോക്ക് ആക്കി കേട്ടോ. എന്റെ പേരാണ് ഇത് VSOP
ഗോൾഡ് ലേബൽ ആബ്സല്യൂട്ട് റാസ്ബെറി. യെസ്, ആദ്യം ഏതാ എടുക്കുന്നത്? ഗോൾഡ് ലേബൽ. Cheers buddies. ചിയേഴ്സ്. ഒഴിക്കുള്ളൂ. രസക്കുട്ടി ഓടിപ്പോ, അതുവഴി ഇറങ്ങേ. ചേട്ടാ വിളിച്ചില്ലല്ലോ. ഞാൻ കുളിച്ചില്ല. ഓടിപ്പോട്ടോ. രസക്കുട്ടി ഇറങ്ങിക്കോ. അമ്മു, എന്റെ നീന്തൽ കഴിവുകൾ പുറത്തെടുക്കും അമ്മു. അരയ്ക്ക് താഴോട്ട് വെള്ളത്തിൽ ഇറങ്ങണ്ട കേട്ടോ, മുങ്ങിപ്പോ. പാപ്പു ചാടിക്കോ. അത് വേണ്ട, അത് നിനക്ക് ലൈഫ് ജാക്കറ്റ് ഉണ്ടല്ലോ, ഇറങ്ങിക്കോ. എങ്ങനെയുണ്ട്? പൊളി. ഇതെന്താ മയിൽ വാഹനമാണോ? ഇവിടെ വേറെ മയിൽ വാഹനം ഉണ്ടായിരുന്നോ? ഇത് കണ്ടില്ലായിരുന്നല്ലോ. എന്താ ഗരീഷേട്ടൻ, ആ നീന്തൽ പ്രകടനം ഒന്നുകൂടെ ഒന്ന് കാഴ്ചവെക്കാമോ പ്ലീസ്? ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി. ഗൈസ്, നിങ്ങൾ മുങ്ങിച്ചാവാൻ പോകുന്ന രംഗങ്ങളാണ് കാണുന്നത്. അങ്ങോട്ട് നീന്ത് പോട്ടെ. ആണോ? അങ്ങനെ പൂൾ കിടന്നൊരു 1.5 മണിക്കൂർ ആടിത്തിമിടുത്തതിന് ശേഷം നമ്മൾ ബാർബിക്യൂ സെഷൻ ആയിരുന്നു. നമ്മുടെ ചിക്കനും സാൽമണും ഒക്കെ ആയിരുന്നു മെയിൻ ആയിട്ടുള്ള ഐറ്റം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പരിപാടി ഇനി? കാർഡ്സ്. അങ്ങനെ സമയം എത്രയായിരുന്നു? സമയം 9:27. അനിടേച്ചി പവറല്ലേ? എന്താ ഒരു ഉറക്കം വരുന്നേ? നമ്മളെ രാവിലെ അനി ടീച്ചറെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നോക്കി. ബോട്ടില്ല. ഏത് വേണം? നീ കളിയുണ്ടല്ലോ. 1 2 3 4 5 മോളി കളിയുണ്ടോ? 6 7 8 Make sure to hide your teeth, okay? 10 എങ്ങനെ? അവനെ സ്റ്റാർട്ട് ചെയ്ത്. എടാ, നമുക്ക് ഗ്രൂപ്പായിട്ടായാലും ഇല്ലെങ്കിൽ നന്നായിട്ട് കളി അറിയാവുന്നതുകൊണ്ട് എല്ലാരും തന്നെ ശരിയാക്കും. അജു, നമുക്ക് ഗ്രൂപ്പ് ആയാലും ഇല്ലെങ്കിൽ സെപ്പറേറ്റ് കളിക്കണം. അവനറിയാം. നിങ്ങള് അവിടെ പോയി കളിക്കല്ലോ, നിങ്ങളുടെ ഇവിടെ എടുത്ത്. അവനറിയത്തില്ലേ? അമ്മു, എല്ലാരും ടയേർഡായി. ഞങ്ങൾ ഇന്നലെ രാത്രി എപ്പോഴാ കിടന്നേ? 2:30 അല്ലേ? എന്നിട്ട് ഇന്ന് രാവിലെ 2-3 മണിക്കൂറാണ്. പിന്നെ ഈ ട്രാവലിങ്ങും ഇന്നത്തെ പൂളും എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ടയർഡായി. അപ്പൊ എല്ലാരും ഓൾമോസ്റ്റ് സൈഡായി. എല്ലാരും സൈഡായി. ഇപ്പൊ കിടന്നിട്ട് നാളെ നമ്മള് രാവിലെ കുറച്ച് ടൈം പുറത്ത് സ്പെൻഡ് ചെയ്യാൻ പോവാം, ബീച്ചിലും അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ആയിട്ട്. അപ്പം അപ്പം ഇന്നത്തെ വിശേഷങ്ങളെല്ലാം എങ്ങനെയായിരുന്നു? ഡേ ഗുഡ് റൈറ്റ്? എല്ലായിട്ടും എങ്ങനെയാണ് ഇന്നത്തെ ദിവസം? ഓൾ ഗുഡ് റൈറ്റ്? അപ്പൊ നാളെ രാവിലെ അല്ലേ ചേച്ചി? അടിപൊളി ഡ്രസ് ആയിരുന്നു. ഓക്കെ, ഫുഡായിരുന്നു അല്ലേ? അവസാനം നമ്മള് ഗ്രില്ല് ചെയ്തൊന്നും കഴിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയി. എല്ലായിടത്തും സേവ് വെച്ചേക്കാം. അതെ, റൈറ്റ്. അപ്പൊ ഇനി നമുക്ക് എന്തായാലും നാളെ കാണാം അല്ലേ? അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ. കിടന്നു എല്ലാരും? ഇവിടെ കിടക്കുന്ന എല്ലാരും
ആ നീ എന്തിനാ പിള്ളേരുടെ അടുത്ത് കയറി കിടക്കുന്നേ? ആന്റിയോ? എടി പോയി അർജുൻ്റെ അടുത്ത് കിടക്കടി. അർജുനങ്ങള് കേട്ടില്ലടി ആന്റീനെ റൂമില്. മടുത്തവൻ. കിച്ച ഉറക്കം വരുന്നില്ലേ? ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് കിച്ച. ഗുഡ് നൈറ്റ്. ഓക്കെ.